നമസ്കാരം സുഹൃത്തുക്കളെ, ഇന്നത്തെ ഈ യാത്ര നമ്മൾ സൗത്ത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും മനോഹരമായ തേയിലത്തോട്ടങ്ങളും വൈൽഡ് ലൈഫും അതോടൊപ്പം നല്ല പ്രകൃതി ഭംഗി ആസ്വദിക്കാൻ പറ്റിയ ഒരു സ്ഥലത്തോട്ടാണ്. നമ്മുടെ കോയമ്പത്തൂർ ജില്ലയിലെ ആനേമല ഹിൽസിൽ വരുന്ന വാൽപ്പാറയെ പറ്റിയാണ് ഞാനീ പറഞ്ഞത്. അവിടെ പോയിട്ടുള്ളവർ പറയും ഇതൊരു ഒന്നൊന്നര സ്ഥലമാണെന്ന്. കാരണം ഇതിൻ്റെ ഒരു മനോഹാരിത നമുക്ക് വാക്കുകൾ കൊണ്ട് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അത് പോയി കാണുക തന്നെ ചെയ്യണം. സാധാരണ വാൽപ്പാറയിലോട്ട് വൺ ഡേ ട്രിപ്പാണ് ഞങ്ങൾ പോവാറ്. പക്ഷേ ഇപ്രാവശ്യം വ്യത്യസ്തമായി ഞങ്ങൾ അവിടെ സ്റ്റേ ചെയ്യാമെന്ന് വിചാരിച്ചു. സ്റ്റേക്ക് വേണ്ടി തിരഞ്ഞെടുത്തത് വാട്ടർഫോൾ ടീ എസ്റ്റേറ്റിനകത്തുള്ള ഒരു ബ്രിട്ടീഷ് ബംഗ്ലാവാണ്. ഈ ബംഗ്ലാവിൽ ബുക്ക് ചെയ്ത ഡീറ്റെയിൽസ് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതായിരിക്കും. ഈ ഒരു പ്രോപ്പർട്ടി നിങ്ങൾക്ക് ബുക്ക് ചെയ്യാനായിട്ട് നിങ്ങൾ ഗൂഗിളിൽ പോയിട്ട് വാട്ടർഫോൾ ടീ എസ്റ്റേറ്റ് എന്ന് സെർച്ച് ചെയ്യുക. അങ്ങനെ സെർച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് താഴെയായിട്ട് ഒരു ഹോം സ്റ്റേ എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ കാണാം, waterfalltea.net സൈറ്റിനകത്ത്. സോ അതിൽ ക്ലിക്ക് ചെയ്താൽ മതി. അതിനകത്ത് നിങ്ങൾക്ക് 3 ടൈപ്പ് ഓഫ് ഹോം സ്റ്റേസ് കാണാം: ഇന്ദ്രപ്രസ്ഥ, ടെന്നീസ് കോർട്ട് ബംഗ്ലാവ്, വാലി വ്യൂ. സോ ഇതിനകത്ത് ഞങ്ങൾ ആദ്യം ചൂസ് ചെയ്യാൻ നിന്നത് ടെന്നീസ് കോർട്ടാണ്. പക്ഷേ അവിടെ ഓൾറെഡി ബുക്കിംഗ് ആയതുകൊണ്ട് നമ്മൾ ഇന്ദ്രപ്രസ്ഥയാണ് സെലക്ട് ചെയ്തത്. ഇപ്പോൾ ഇന്ദ്രപ്രസ്ഥൻ്റെ റേറ്റ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് താഴെ കാണാം, 1 റൂമിന് 7500 രൂപയാണ്. സോ വളരെ കോസ്റ്റ്ലി ആയതുകൊണ്ടാണ് ഞങ്ങൾ ആദ്യമായിട്ട് ചൂസ് ചെയ്യുന്നത്. ടെന്നീസ് കോർട്ടാണെങ്കിലാണ് ഇതിനകത്ത് ഏറ്റവും ചീപ്പായിട്ട് വരുന്നത് കേട്ടോ. ടെന്നീസ് കോർട്ട് നമുക്ക് വരുന്ന റേറ്റ് ഏകദേശം 1 റൂമിന് വരുന്നത് തന്നെ 3200 രൂപയാണ്. സോ 3200 രൂപ ഒരു കുഴപ്പമില്ലെന്ന് തോന്നി. പിന്നെ സെക്കൻഡ് റൂം എടുക്കുകയാണെങ്കിൽ നമുക്ക് 6400, 2 റൂമിൽ കൂടെയാണെങ്കിൽ 6400 ആണ് റേറ്റ് വരുന്നത്. സോ അത് ഒരു കുഴപ്പമില്ലാത്ത റേറ്റ് ആയിട്ട് തോന്നി. കാരണം വാൽപ്പാറ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അത്യാവശ്യം ഒരു ഡീസൻറ്റ് ലൊക്കേഷൻസിലൊക്കെ ഇത് കിട്ടണമെങ്കിൽ അത്യാവശ്യം ഈ റേറ്റൊക്കെ തന്നെ വരുന്നുണ്ട്. സോ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഞങ്ങൾക്ക് ഇതൊരു വെർത്തായിട്ട് തോന്നി. പിന്നെ ഇത് നമുക്ക് ഇതുപോലത്തെ വെബ്സൈറ്റിൽ മാത്രമേ കിട്ടുള്ളൂ കേട്ടോ. നമ്മൾ മേക്ക് മൈ ട്രിപ്പ് അങ്ങനത്തെയുള്ള വെബ്സൈറ്റിലല്ലാതെയുള്ള ഹോട്ടൽ ബുക്കിംഗ് സൈറ്റ്സിലൊന്നും പോയി കഴിഞ്ഞാൽ കിട്ടത്തില്ല. ഇതിൻ്റെ തന്നെ വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് കിട്ടത്തുള്ളൂ. സോ ഇതിൽ ബുക്ക് ചെയ്യണമെങ്കിൽ ഇതിനകത്ത് ഇത്ര ബുക്ക് ചെയ്യണമെന്നില്ല. നിങ്ങൾക്ക് ഈ മേലെ കാണുന്ന ഈ നമ്പേഴ്സ് ഉണ്ടല്ലോ, ഈ നമ്പേഴ്സ് വിളിച്ച് തന്നെ നിങ്ങൾക്ക് ബുക്ക് ചെയ്യാവുന്നതാണ്. ഞാൻ അങ്ങനെ തന്നെയാണ് ചെയ്തത്. ഞാൻ കോൺടാക്ട് ചെയ്ത് അവർ കംപ്ലീറ്റ് ഡീറ്റെയിൽസ്, വീഡിയോസ് എല്ലാം അയച്ചു തരും. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ബുക്ക് ചെയ്യാം. പിന്നെ എല്ലാം വളരെ ഡീസൻ്റാണ് കേട്ടോ. സർവീസസ് കാര്യങ്ങളൊക്കെ പക്ക ഡീസൻ്റാണ്. അങ്ങനത്തെ യാതൊരു കുഴപ്പമില്ല. ഫുഡൊക്കെ അടിപൊളി ഫുഡാണ്, നിങ്ങൾ പറയുന്ന രീതിയിൽ ഉണ്ടാക്കി തരും. സോ അങ്ങനത്തെ ഒരു കുഴപ്പങ്ങളില്ല. വളരെ നല്ല സർവീസും കാര്യങ്ങളൊക്കെ തന്നെയാണ്. പക്ഷേ റേറ്റ് ഇച്ചിരി കൂടുതലാണ് നമുക്ക് തോന്നിയേക്കാം. അപ്പം പക്ഷേ ഒരു ദിവസത്തേക്ക് സ്റ്റേയിനൊക്കെ വരുന്നവർക്ക് അത്യാവശ്യം ഒരു റേഞ്ച് ഒരു 10,000 12,000 റേഞ്ചിൻ്റെ കുഴപ്പമില്ല. ഞങ്ങൾ സെലക്ട് ചെയ്തത് ഇന്ദ്രപ്രസ്ഥൻ്റെ 2 റൂംസാണ്. സോ ഇതിനകത്ത് ഞങ്ങൾക്ക് 7500 6200 ഏകദേശം 13,000 14,000 റേഞ്ചായി. പക്ഷേ കംപ്ലീറ്റ് ഇല്ല ഞങ്ങൾക്ക് കിട്ടി. കാരണം 3rd റൂമിൽ ആളില്ലായിരുന്നു. സോ ഞങ്ങൾക്ക് ആകെ 2 റൂം എടുത്ത് ഏകദേശം അവർ നല്ല ഡിസ്കൗണ്ട് ചെയ്തൊക്കെ തന്നു ഒരു അവസാനം സംസാരിച്ച്. കാരണം നമ്മൾ ഓൺലൈൻ ബുക്ക് ചെയ്യാത്തതുകൊണ്ട് അവസാനം നമുക്ക് ഇച്ചിരിയൊക്കെ ബാർഗെയിൻ ചെയ്ത് നമുക്ക് ഇച്ചിരിയൊക്കെ കുറപ്പിക്കാം. അതൊക്കെ ചെയ്തു തരും. ഒരു നല്ല മാനേജർ, കാര്യങ്ങളൊക്കെ നല്ലതാണ്. സോ അതൊക്കെയാണ് ഇതിൻ്റെ വെബ്സൈറ്റിൻ്റെ ഡീറ്റെയിൽസ്. ഞങ്ങൾ യാത്ര തുടങ്ങിയത് കോഴിക്കോട് നിന്നായതിനാൽ ഞങ്ങൾ പാലക്കാട്ട് കൊല്ലങ്കോട് കൂടെ പോയിട്ടാണ് പോയത് കേട്ടോ. നിങ്ങളും വാൽപ്പാറയ്ക്ക് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് കൊല്ലങ്കോട്, പൊള്ളാച്ചി വഴി വാൽപ്പാറ കയറി തിരിച്ച് മലക്കപ്പാറ വഴി ആതിരപ്പള്ളിയൊക്കെ കണ്ട് സുഖമായിട്ട് ഒരു അടിപൊളി റൗണ്ട് ട്രിപ്പ് അടിക്കാം. സോ ആ രീതിയിൽ വാൽപ്പാറ പ്ലാൻ ചെയ്ത 2 ദിവസത്തെ ട്രിപ്പിന് ഉള്ള എല്ലാ സംഭവവും നല്ല അടിപൊളി ഒരു ട്രിപ്പ് തന്നെ നിങ്ങൾക്ക് സെറ്റ് ചെയ്യാം. ഞങ്ങൾ വാൽപ്പാറ എത്തിയപ്പോൾ ഏകദേശം ഈവനിങ് ആയിരുന്നു. ഈവനിങ് ഞങ്ങൾ റൂമിൽ ചെക്ക് ഇൻ ചെയ്ത് ഞങ്ങൾ കുറച്ച് നേരം അവിടെ റെസ്റ്റ് എടുത്തതിന് ശേഷം ഞങ്ങൾ എസ്റ്റേറ്റിൽ കൂടെ ജസ്റ്റ് റൗണ്ട് അടിക്കാൻ വിചാരിച്ച് ഞങ്ങൾ വണ്ടി എടുത്ത് ഇറങ്ങി. തിരിച്ചു പോകുന്ന വഴിയിൽ വീണ്ടും കുറേ മയിൽക്കൂട്ടത്തിനെ കണ്ടു. ഈ എസ്റ്റേറ്റിൻ്റെ ഭാഗത്ത് ഒരുപാട് മയിൽക്കൂട്ടങ്ങൾ കാണാം കേട്ടോ. അതുമാത്രമല്ല ഒരുപാട് കാട്ടുപോത്തുകളെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇവരെ 7 മണിക്ക് ശേഷം നമ്മൾ പുറത്ത് എസ്റ്റേറ്റിൽ കൂടെ നമ്മൾ പോകാൻ പാടില്ല എന്നുള്ള ഒരു റൂൾ വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തിരിച്ച് 7 മണിയാകുമ്പോഴേക്കും നമ്മൾ പ്രോപ്പർട്ടിയിൽ ചെക്ക് ഇൻ ചെയ്തിരിക്കണം. അതുമാത്രമേ ഇതിനകത്തൊരു പ്രശ്നമായിട്ട് ഞാൻ കണ്ടിട്ടുള്ളൂ. അല്ലാതെ നമ്മുടെ സ്റ്റേയും കാര്യങ്ങളും അടിപൊളിയാണ്.
പിറ്റേന്ന് രാവിലെ റൂമിൽ നിന്ന് ചെക്കൗട്ട് ചെയ്ത് ഞങ്ങൾ നേരെ കുരങ്ങുമുടിയിലോട്ടാണ് പോയത്. കുരങ്ങുമുടി പോകുന്ന വഴിക്ക് ഇഷ്ടം പോലെ സിംഹവാല കുരങ്ങന്മാരെ നമുക്ക് അവിടെ കാണാൻ സാധിക്കും. സോ വാൽപ്പാറയ്ക്ക് നിങ്ങളൊരു ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ അതിലെന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഇതിൽ കമൻറ്റ് ചെയ്തോളൂ. ഞാൻ മാക്സിമം ഹെൽപ്പ് ചെയ്യാം. അപ്പോൾ താങ്ക് യു. അടുത്ത